സൺഡേ ആയതുകൊണ്ട് അലാറും വേണ്ട, ആരും വിളിക്കും വേണ്ട. അവല് സുബഹിക്ക് ഇങ്ങോട്ട് ഉണർന്നോളും. പിന്നെ രാവിലെ മാവ് കട്ടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊങ്ങിക്കണമെന്നൊന്ന് പോയി നോക്കി. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. എന്നാൽ പിന്നെ ഏതായാലും ഉണർന്നതല്ല, എന്നാൽ മുറ്റടിക്കാൻ വിചാരിച്ച് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഗ്രില്ലിൻ്റെ ചാവി കാണാനില്ല. പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ വാതിൽ കൂടെ പുറത്തിറങ്ങി. ഇവിടെ വല്ല പൂരം കഴിഞ്ഞ പോലെ ഉണ്ട് മുറ്റം കാണുമ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും ഇത് അടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ചൂല് അന്വേഷിച്ചിട്ട് നടക്കുക കേട്ടോ ഞാൻ. ഇവിടെ ഏതെങ്കിലും കാലത്താണ് ഞാൻ മുറ്റടിക്കാറുള്ളൂ. ഒന്നാമത്തത് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലാതെ മടിയായിട്ടൊന്നല്ല കേട്ടോ. പിന്നെ ഇത് അകടിക്കണ ചൂല തോന്നുന്നുണ്ട്, ഇത് കുറച്ച് നീളം കൂടുതലാണ്. ഇത് വല്ലാണ്ട് കുറഞ്ഞിട്ടും പോയി. അപ്പോൾ ഇതൊന്നും ആവില്ല. ഇനിയിപ്പോൾ എന്തായാലും ബാക്കിൽ പോയൊക്കെ നോക്കുമ്പോൾ അവിടെ വടക്കുറത്തുണ്ട് ഒരു ചൂലിരിക്കണം. കുറച്ച് കറുത്ത് പോയിക്കണം, എന്നാലും ഇതന്നെ ആവും ചൂല് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതായിട്ട് അടിക്കാൻ തുടങ്ങി. ഇനി ഉറങ്ങണവരെ വിളിച്ചെത്തി ചൂല് വയ്ക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അതായിട്ട് അങ്ങോട്ട് അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ മുറ്റം കാണാൻ നല്ല വൃത്തിയാട്ടോ കുറച്ച് നേരത്തിന്. ഇവിടെ ഒരു മുള വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇലയാണ് കാര്യമായിട്ട് ഇവിടെ ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലയിലൊക്കെ പോയിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ ആടി. ഒരു ചായ കിട്ടണമെങ്കിൽ ആരും നീച്ചിട്ടില്ല. പിന്നെ ഞാൻ തന്നെ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ചായയും റസ്കൊക്കെ കഴിച്ചു. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കടയിലൊക്കെ പോകാനുണ്ട്. മേരിനെ മദ്രസയിൽ വെക്കണം. പിന്നെ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനവും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും അതിൽ. പിന്നെ എൻ്റെ അമ്മ മന്തി കഴിക്കൂല കേട്ടോ, അപ്പോൾ മുരിങ്ങടലായിരുന്നു ഊരി ഉണ്ടാക്കുക. ഇനി മേരിനെ മദ്രസയ്ക്കാക്കും വേണം, എനിക്ക് കടയിലും പോകണം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങുന്നു. നോക്കുമ്പോൾ കറിവേപ്പില വാങ്ങിക്കാൻ മറന്നു. പിന്നെ അവിടെ മരം ഉണ്ട്, അതിൻ്റെ ചോട്ടിലിങ്ങനെ പോയി നിന്നു. അത് നല്ല അറ്റത്താണ് നിൽക്കുന്നത്, അത് കിട്ടൂല. അപ്പോൾ അതിങ്ങനെ താഴ്ത്തി കൊടുത്താൽ മേലെ നിന്ന് ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ടെറസിൻ്റെ മേലെ കയറിയിട്ട് സിയമോള് പൊട്ടിച്ചു. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നത്, അതിക്ക് ചട്നിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്നിട്ട് തന്നെ കേട്ടോ എപ്പോഴും ചായയൊക്കെ കുടിക്കുക. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, ഇനിയിപ്പോൾ ഒരാൾ വരാൻ വൈകിയാലും. പിന്നെ മന്തി ഉണ്ടാക്കാൻ നിന്നു. മന്തിക്ക് ഇടണമെങ്കിൽ കളറില്ല, എത്ര സാധനം വാങ്ങിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഉമ്മ ചൂലൊക്കെ ചീന്തി ഉണ്ടാക്കുകയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസം തോന്നി, ഞാനൊന്ന് ചീന്തി നോക്കിയതാണ്. വലിയ സുഖമൊന്നുമില്ല. എന്ത് ജോലിയാണെങ്കിലും ഒരാൾ ചെയ്യണ കാണുമ്പോൾ നമുക്ക് നല്ല എളുപ്പം തോന്നും. നമ്മൾ ചെയ്യുമ്പോഴാണ് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇനി ഇവിടെ ഇരുന്ന് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചൂലും കെട്ടായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ തിരുമ്പാൻ പോയി. തിരുമ്പാൻ മെഷീൻ കിടന്നിട്ട് കുറച്ചായി. അപ്പോൾ പിന്നെ കല്ലില്ല തിരുമ്പൽ കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിയും. അങ്ങനെയാണ്. ഇനി അടുത്തത് തുടക്കണ പരിപാടിയാണ്. എന്നും സിറ്റ് ഔട്ട് ആദ്യം തുടക്കും, പിന്നെ ബാക്കിയുള്ളവിടം പിന്നെ സാവകാശം തുടച്ചാൽ മതിയല്ലോ, ഇമ്പർത്ത് ആരെങ്കിലും കയറി വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ മക്കൾക്ക് സൈക്കിൾ നേരാക്കി കൊണ്ട് നിൽക്കുക. ഒരു വർഷമായി ഈ സൈക്കിൾ വാങ്ങിച്ചിട്ട്. ഇവരിത് ചവിട്ടിയിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമില്ല. അപ്പത്തിന് അത് കിടന്ന് ഒരു മൂലക്കിരുന്നു. ഇത് ഏറെക്ക് ഇതുമ്പോൾ ഒന്നും ചെയ്യാൻ വയ്യായിട്ടുള്ള സൈക്കിളും അങ്ങനെ ഇരിക്കുക. ആരും തൊടാനും അയക്കണില്ല അവള്. അങ്ങനെയൊക്കെ കൂടി. പിന്നെ പായസം കുറച്ചുണ്ടാക്കി. കുറച്ച് ദിവസമായിട്ട് പായസം കുടിക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ പിന്നെ ആ ആഗ്രഹം സാധിപ്പിച്ചു. പിന്നെ മന്തി കളറില്ലാത്ത മന്തി വലിയൊരു സുഖമല്ല കാണാൻ, പക്ഷെ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങി നീച്ചപ്പണ്ട് ഒരു പൊതിയിൽ ഇങ്ങനെ മിഠായി ഇരിക്കണു. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാ പറഞ്ഞുമ്മ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങി, കുറച്ച് നേരം ഊഞ്ഞാലാടി. പാത്തോളം ഉമ്മച്ചിയുടെ വീട്ടിൽ പോയ കാരണം ചേരക്ക് കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഓളൊപ്പം കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ കുറച്ച് നേരം കാറ് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ കാറിൻ്റെ ABCD പോലും അറിയൂല. തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് XUV മൂഡ് പോയില്ല, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പിന്നെ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അത് കുടിച്ചു. ജേറക്ക് വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് മൈലാഞ്ചി ഇങ്ങനെ കൈമിട്ട് കൊടുത്തു. അവൾക്ക് മൈലാഞ്ചി ഇടണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പട്ടാമ്പിക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ പോയി. വെറുതെ മക്കൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. പിന്നെ മന്തിത്തെ ചിക്കൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിട്ട് വീണ്ടും ചിക്കൻ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ വന്നു, ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു, ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.